മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തുടർ തോൽവിയിൽ നിന്ന് കരകയറിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വമ്പൻ തിരിച്ചുവരവ് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ തന്നെ അങ്ങ് നടത്തിയിരിക്കുകയാണ്. FC ഗോവയോട് 4-2 മാർജിനിലാണ് ബ്ലാസ്റ്റേഴ്സ് വമ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുള്ളത്. 2 ഗോളിന് ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ പിറകിൽ നിന്ന ടീമാണ് രണ്ടാം പകുതിയിൽ അതിഗംഭീരമായ 4 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് തിരിച്ചു വരുന്നത്. ഇന്നത്തെ മത്സരത്തിന്റെ ആദ്യ പകുതി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യ പകുതിയായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയുടെ 51-ാം മിനിറ്റിൽ സക്കായിലൂടെ വമ്പൻ ഫ്രീ കിക്കിലൂടെ ബ്ലാസ്റ്റേഴ്സ് ലീഡ് കണ്ടെത്തിയതോടുകൂടിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് പിന്നീട് ഊർജ്ജം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ദിമിത്രോസിന്റെ പെനാൽറ്റി ഗോളും ഐമന്റെ അസിസ്റ്റിലൂടെ വീണ്ടും ദിമിത്രോസ് ലക്ഷ്യം കാണുകയും അവസാനം ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതുതായി എത്തിയിട്ടുള്ള ഫെഡോർ ചെർണിച്ചും കൂടി ലക്ഷ്യം കണ്ടപ്പോൾ 4-2 സ്കോർ. ഏതായാലും വമ്പൻ കംബാക്ക് തന്നെ നടത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 4-2 എന്ന വമ്പൻ മാർജിനിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും തുടരെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനും നിരാശയായിരുന്നു. ഇവാന്റെ ഭാവി വരെ അവതാളത്തിലാകുന്ന രീതിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ സിറ്റുവേഷൻ പോയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു കംബാക്കോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതായാലും ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി അറിയിക്കുക. ഡൈസുക്കി സക്കായിയും ഐമനും ദിമിത്രിയോസും ഫെഡോറും എല്ലാം എടുത്തു പറയേണ്ട രീതിയിലുള്ള പ്രകടനം തന്നെയാണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.